അങ്ങനെയല്ല. അതിനപ്പുറമായിട്ട് ദൈവികമായിട്ടൊരു പദ്ധതി നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെ പിന്നിലുണ്ട്. നമുക്ക് ഒരു മിനിറ്റെങ്കിലും കർത്താവ് നമുക്ക് വേണ്ടി തന്നിട്ടുണ്ടെങ്കിൽ അതിന് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഒന്നാമതായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ടത് ഇതെന്തുകൊണ്ടാണ് നമ്മൾ കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരായിരിക്കേണ്ടത് എന്നുള്ളതിന് നാം ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അതിനെക്കുറിച്ച് ബൈബിൾ എന്തു പറയുന്നു എന്നുള്ളതാണ്. സ്തോത്രം. ബൈബിളിൽ അതിനെക്കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട ചില വേദഭാഗങ്ങൾ നമ്മൾ ഈ സമയത്ത് നോക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ കോഴിക്കോട് ജില്ലയിലുള്ള, പ്രത്യേകിച്ച് കോഴിക്കോട് ചർച്ചിലുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കർത്താവിൻ്റെ മഹാനിയോഗം. ബൈബിളിൽ മഹാനിയോഗമായിട്ട് വിശേഷിപ്പിക്കുന്ന ഒരു വാക്യം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതേതായിരിക്കും? അതെ, വെരി ഗുഡ്. മത്തായി സുവിശേഷം ഒന്ന് എടുക്കാമോ? മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള. ഈ വാക്യത്തിലൂടെ നമ്മൾ അത് വ്യക്തമായിട്ടും ബോധ്യമാണ്. അത് വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാചകമാണ് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ. അടുത്തതായിട്ട് നമ്മുടെ ബൈബിളിൽ നമുക്കറിയാം, സുവിശേഷങ്ങളിലാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകിച്ച് സുവിശേഷീകരണത്തെക്കുറിച്ച് വ്യക്തമായിട്ടും നമുക്ക് ബോധ്യമാക്കി തന്നിട്ടുള്ള വാചകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ കൂടെ വായിക്കാം. വിശ്വസിക്കുന്നവരെന്ത് ചെയ്തോളം കർത്താവ് അത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ സാധ്യമാകും. പക്ഷെ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന നിയോഗം ഇതെല്ലാം ചെയ്യുക എന്നുള്ളതായ വലിയ ഉത്തരവാദിത്വമാണെന്ന് ഈ ഒരു വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തുടർന്ന് കർത്താവിൻ്റെ അന്ത്യനിയോഗത്തെക്കുറിച്ച്, സുവിശേഷീകരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില വേദഭാഗങ്ങൾ നമുക്ക് ഒന്ന് വായിച്ചു വിടാം. ഒന്നാമതായിട്ട് മാർക്കോസ് സുവിശേഷം 13-ാം അധ്യായം 10-ാം വാക്യം. ലൂക്കോസ് 24:47. അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. മുൻപോട്ട് പ്രൊജക്ഷൻ നോക്കി വായിച്ചാലും മതി. അടുത്തത് ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അടുത്തതായിട്ട് ലൂക്കോസ് 9:6. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി
ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. പലപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തായാലും ദൈവം ചില പദ്ധതികളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ സുവിശേഷീകരണത്തിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ വേദവചനങ്ങളൊക്കെ നമ്മളെ അറിയിച്ചു തരുന്നത്, വ്യക്തമാക്കി തരുന്നത് തീർച്ചയായിട്ടും നമ്മളെ മേൽ വരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം അത് നിർബന്ധമായിട്ടും കിടക്കുന്നത് ചെയ്തേ മതിയാകുള്ളൂ എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ആകയാൽ തുടർന്ന് കർത്താവിൻ്റെ ദേവദാസന്മാർ ഇതിനോട് അനുബന്ധിച്ച്, അതായത് മഹാനിയോഗത്തോടനുബന്ധിച്ച് സെമിനാർ അവതരിപ്പിക്കുന്നതിനുള്ള സമയം അല്പസമയത്തിന് ശേഷമായിട്ടുണ്ട്. തുടർന്ന് നമുക്ക് സ്തോത്ര കാഴ്ച എടുക്കുന്നതിനുള്ള സമയമാണ്. അതിനുശേഷം ടീ ബ്രേക്ക് നമുക്ക് 10 മിനിറ്റ് ഉണ്ട്. അതിനുശേഷമാണ് സെമിനാറിൻ്റെ ടൈം. സ്തോത്ര കാഴ്ച എടുക്കുന്നതിനുള്ള സമയമാണ്. സിസ്റ്റർ ടീഷ സിസ്റ്റർ മുമ്പോട്ട് കടന്നു വന്ന് ഒരു പാട്ട് പാടും.